BTV. Being with you. The community channel. ഒരാൾക്ക് എത്ര പ്രോട്ടീൻ വേണം? പ്രോട്ടീൻ അഥവാ മാംസ്യം ശരീരത്തെ നിർമ്മിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. അമിനോ ആസിഡുകളുടെ ശൃംഖലയായ പ്രോട്ടീൻ അറ്റകുറ്റപ്പണികൾക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രായമനുസരിച്ചാണ് ഒരാളുടെ പ്രോട്ടീൻ ആവശ്യം നിർണ്ണയിക്കുന്നത്. സമീകൃതാഹാരം കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ കുറവുണ്ടാകില്ല. സസ്യാഹാരം കഴിക്കുന്നവർക്ക് മറ്റു ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ഈ ഘടകം ലഭിക്കും. പ്രവർത്തനം: ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും പ്രോട്ടീനുണ്ട്. ത്വക്ക്, പേശികൾ, അവയവങ്ങൾ, ഗ്രന്ഥികൾ എന്നിവയിലെല്ലാം ഇതടങ്ങിയിരിക്കുന്നു. ഇക്കാരണത്താൽ കോശങ്ങളുടെ നവീകരണത്തിനും പുതിയവയുടെ നിർമ്മാണത്തിനും പ്രോട്ടീൻ ആവശ്യമാണ്. ഗർഭിണികൾക്കും കുട്ടികൾക്കും കൗമാരക്കാർക്കും ഈ ഘടകം അതിപ്രധാനമാണ്. പ്രോട്ടീൻ ദഹിക്കുമ്പോൾ അമിനോ ആസിഡുകൾ ബാക്കിയാകുന്നു. ഈ ആസിഡുകൾ ഭക്ഷണത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എവിടെ നിന്ന്? പ്രോട്ടീൻ സ്രോതസ്സുകൾ അറിഞ്ഞ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആരോഗ്യ സംരക്ഷണത്തിന് പ്രധാനമാണ്. പ്രോട്ടീൻ സാന്നിധ്യമുള്ള ഭക്ഷണങ്ങളും അളവും ഇനി പറയുന്നു. 1 കപ്പ് പാലിൽ 8 ഗ്രാമും 85 ഗ്രാം മാംസത്തിൽ 21 ഗ്രാമും 225 ഗ്രാം മധുരത്തൈരിൽ 11 ഗ്രാമും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. സോയ സസ്യാഹാരികൾക്ക് അനുയോജ്യമായ 1-ാം തരം പ്രോട്ടീൻ സ്രോതസ്സാണ്. അധികമായാൽ ശരീരത്തിന് ആവശ്യമുള്ളതിലധികം പ്രോട്ടീൻ കഴിക്കുന്നത് അനാരോഗ്യകരമാണ്. ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ കലോറി എത്തുന്നത് വിപരീത ഫലം ചെയ്യും. മിക്ക മാംസാഹാരവും പ്രോട്ടീൻ സംബന്ധമാണെങ്കിലും പൂരിത കൊഴുപ്പുകളുടെ കലവറയാണ്. ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. മുട്ട ഉദാഹരണമാണ്. ഇക്കാരണത്താൽ ആഴ്ചയിൽ 4 മുട്ടയിലധികം കഴിക്കരുത്. മഞ്ഞക്കരു ഒഴിവാക്കി കഴിക്കുന്നതാണ് ഉചിതം. വൃക്കരോഗമുള്ളവർക്ക് പ്രോട്ടീൻ ഉള്ളടക്കം കുറഞ്ഞ ഭക്ഷണമാണ് നിർദ്ദേശിക്കുന്നത്. അതുപോലെ പ്രോട്ടീൻ അധികമായാൽ ഗൗട്ട് പോലുള്ള രോഗങ്ങൾക്കും കാരണമായേക്കാം. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.